ഗർഭഛിദ്ര ആരോപണം പുറത്തു കൊണ്ടുവന്ന ഓഡിയോ ക്ലിപ്പിന്റെ ആധികാരികത രാഹുൽ മാങ്കൂട്ടത്തിന് നിർണായകമാകും. ഓഡിയോ ക്ലിപ്പിലെ സംഭാഷണത്തിൽ പ്രഥമ ദൃഷ്ട്യാ ക്രിമിനൽ കുറ്റമുണ്ട് എന്ന് ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ KV മനോജ് മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതിയിൽ നിയമോപദേശം തേടാൻ പോലീസ് തീരുമാനിച്ചു. ഞാനത് ഏൽക്കുകയും ചെയ്യും. പിന്നെ അങ്ങനെ അത് വളരുന്നത് പിന്നെ അങ്ങനെ അത് വളരുന്നത് ആ കൊച്ചിനെ കാണുന്നവരെല്ലാം തന്തയില്ലാത്തവൻ വിളിക്കും. പിന്നെ ആ കൊച്ചാരെ ചൂണ്ടിക്കാണിക്കുന്നേ, ആ കൊച്ചിനെ ആരെ ചൂണ്ടിക്കാണിക്കും. ബുദ്ധിമുട്ടുകളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെനിക്ക് പിന്നെ അത് എനിക്ക് ബുദ്ധിമുട്ടാവത്തില്ല. പിന്നെ അല്ലാതെ ബുദ്ധിമുട്ടാകാതിരിക്കാൻ. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പെൺകുട്ടിയെ ഗർഭചിത്രത്തിന് സമ്മർദ്ദം ചെലുത്തിയെന്ന ആരോപണത്തിന് കാരണമായ ഓഡിയോ ക്ലിപ്പാണ് ഈ കേട്ടത്. ഈ ഓഡിയോ ക്ലിപ്പിലെ ശബ്ദം വ്യാജമല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ നിയമക്കുരുക്ക് മുറുകും. സംസ്ഥാന ബാലാവകാശ കമ്മീഷന് മുൻപാകെ ഷിൻഡോ സെബാസ്റ്റ്യൻ എന്ന അഭിഭാഷകൻ കൊണ്ടുവന്ന ഈ പരാതി പോലീസിന്റെ മുന്നിലാണ്. ഏറ്റവും പ്രധാനം ഈ ഓഡിയോ ക്ലിപ്പിന്റെ ആധികാരികത പരിശോധിക്കപ്പെടാൻ പോവുകയാണ്. നമ്മുടെ BNS-ൽ തന്നെ പ്രൊവിഷൻസ് ഉണ്ട്, വിത്തൗട്ട് ദ കൺസെന്റ് ഓഫ് ദ ഗേൾ. അത് പറയുന്നുണ്ട്, ഒരു വുമന്റെ കൺസെന്റ് ഇല്ലാതെ പിന്നെ മിസ്കാരേജ് സംഭവിക്കുകയാണെങ്കിൽ, അബോർഷന് പ്രേരിപ്പിക്കുകയാണെങ്കിൽ അത് ഒഫൻസാണ്. അതിൽ തർക്കമില്ല. പക്ഷെ അതിന് ആധാരമായിട്ടുള്ള തെളിവുകൾ നമുക്ക് ലഭ്യമാവണ്ടേ? അതിൽ പരിശോധന നടത്തി, പോലീസ് പരിശോധന നടത്തിയാലല്ലേ അതിൽ മനസ്സിലാവുള്ളൂ. ഇതിൽ ആദ്യമായി വേണ്ടതപ്പം ഈ വോയിസ് ആധികാരികമാണോ അല്ലെങ്കിൽ ഇത് റിയൽ ആണോ എന്നുള്ളത് തെളിയിക്കാനല്ലേ? അതെ, അതും തെളിയിക്കേണ്ടത് പോലീസ് തന്നെയാണ്. അതിന്റെ പരിശോധന നടത്തേണ്ടത്. നമുക്ക് പരിമിതികൾ ഉണ്ടല്ലോ. കമ്മീഷൻ ചെയർമാൻ KV മനോജ് ഒരു കാര്യം വ്യക്തമാക്കി. ഇപ്പോൾ പ്രചരിക്കുന്ന ഓഡിയോയിൽ ഒരു ഗർഭചിത്ര കുറ്റം ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അതായത് ഇപ്പോൾ പ്രചരിക്കുന്ന ഓഡിയോയിലുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ശബ്ദമാണെങ്കിൽ അദ്ദേഹം നിയമ നടപടിയും കേസും അന്വേഷണവും എല്ലാം നേരിടേണ്ടി വരും. പ്രത്യക്ഷത്തിൽ ഈ ഓഡിയോ ക്ലിപ്പിൽ ഒരു റെഫറൻസ് നടന്നിട്ടുണ്ട് അല്ലേ? അതെ, പ്രത്യക്ഷത്തിൽ അങ്ങനെ കാണുന്നുണ്ട്. ആ സംഭാഷണ ശൈലിയിൽ അങ്ങനെ കാണുന്നുണ്ട്. അല്ല, ആരുടേത് എന്ന് എനിക്ക് സന്ദേശം ആരുടേത് എന്ന് എനിക്ക് പറയാൻ കഴിയില്ലല്ലോ. അതിൽ പക്ഷേ ആ ശബ്ദ സന്ദേശത്തിൽ ഒരു ഒഫൻസ് നടന്നിട്ടുണ്ട് എന്നും അതിൽ പിന്നെ ആർക്കൊക്കെ അത് ഇഫക്റ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ വിശദീകരിച്ചിട്ടുണ്ട് പരാതി. അതിനെക്കുറിച്ച് അന്വേഷിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു മൂന്നാം കക്ഷിയാണ് ഗർഭചിത്ര കുറ്റാരോപണം കമ്മീഷന്റെ മുന്നിൽ എത്തിച്ചതെങ്കിലും അതിന് നിയമസാധ്യതയുണ്ട് എന്ന് കമ്മീഷൻ വിലയിരുത്തുകയാണ്. ഗർഭചിത്ര പരാതിയിൽ എറണാകുളം സെൻട്രൽ പോലീസ് നിയമോപദേശം തേടുകയാണ്. വിഷയത്തിൽ കൂടുതൽ വ്യക്തത വേണമെന്നാണ് പോലീസിന്റെ നിലപാട്. ബാലാവകാശ കമ്മീഷൻ ഗൗരവത്തോടെ കാണുന്നതിനാൽ ഈ വിഷയം കൂടുതൽ ചർച്ചയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.